കർത്താവാണെന്റെ ഇടയൻ, കുറവൊന്നുമുണ്ടാകില്ല ജീവിതത്തിൽ. കുറവേറെയുള്ളോരടിയനെ നിറവേകി പോറ്റുന്ന നാഥ, നല്ലിടയനേ. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി മുഴുവനായി നൽകിയ നല്ല ഇടയനായ യേശുവേ, അവിടുത്തെ ഇടയ സ്നേഹത്തിന്റെ നിറവിലേക്ക് എൻ്റെ ജന്മത്തെ ഞാനിതാ സമർപ്പിക്കുന്നു. ആടുകളുടെ വാതിലായി നിൽക്കുന്ന ഇടയനെ, അവിടുത്തെ ഇടയ സ്നേഹത്തിന്റെ ബലത്തിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു. സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 80:1. ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ വസിക്കുന്നവനെ, ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ, ഉടനവനരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ, ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഇടയനെ പോലെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ, കുറവൊന്നുമില്ലാതെ നിറവേകി ബലപ്പെടുത്തുന്ന സ്നേഹം. ഹൃദയം തുറന്നു വിളിക്കാം. അബ്രാഹം മുതൽ പൂർവപിതാക്കന്മാരിലൂടെ ഇടയനടുത്ത കരുതലുള്ള സ്നേഹമേകിയ യഹോവയായ ദൈവം, ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല, ഉറങ്ങുകില്ല, മയങ്ങുകില്ല, നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഇടയന് 100 ആടുകളുണ്ടായിരുന്നു എന്ന്. കൂട്ടത്തിൽ ഒരുവൻ നഷ്ടപ്പെട്ടപ്പോൾ 99നെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഒന്നിനു വേണ്ടി കരുതലോടെ തേടി നടന്ന സ്നേഹം. മുൾപ്പടർപ്പുകൾക്കിടയിൽ ഉടക്കിക്കിടന്ന ഒരാടിനെ കണ്ടുമുട്ടിയ നിമിഷം അതിനെ തോളിലേറ്റി സ്നേഹചുംബനം നൽകി 100 ആടുകളുടെ കൂട്ടത്തിലേക്ക് സ്നേഹപൂർവം ആനയിക്കുന്ന ഇടയ സ്നേഹം. അബ്രാഹത്തിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം, എന്റെ ദൈവം, നമ്മുടെ ഇടയനായ ദൈവം. ആ ഇടയന്റെ സ്നേഹപരിധിയിൽ നമുക്കായിരിക്കാം.
ആ ഇടയന്റെ തോളിൽ നമുക്കായിരിക്കാം. എന്നെ വഹിക്കുന്ന നല്ല ഇടയാ, എന്നെ കരുതുന്ന നല്ല ഇടയാ, പച്ചയായ പുൽത്തകിടിയിലേക്ക് എന്നെ ആനയിക്കുന്ന നല്ല ഇടയാ, അങ്ങേക്കൊരായിരം ആരാധന. എന്റെ ജീവിതത്തിന്റെ ഇന്നോളമുള്ള നിമിഷങ്ങളിൽ ഉടനീളം അവിടുത്തെ കരുണയും കരുതലും ആവോളം ആസ്വദിച്ചതിന് നിറഞ്ഞ മനസ്സോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ നല്ല ഇടയാ, അങ്ങേക്കൊരായിരം ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേൽ നാഥനേ ആരാധന. ആരാധന ഉൽപ്പത്തി പുസ്തകം 48:15 ഇന്നുവരെ എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഇടയനായിരുന്നു ദൈവം. പൂർവപിതാക്കന്മാരോട് ചേർന്ന് ഇസ്രായേലിനോട് ചേർന്ന് നവ ഇസ്രായേലിന്റെ മക്കളെല്ലാവരും മഹാ ഇടയനായ ദൈവ സ്നേഹത്തെ ആരാധിക്കട്ടെ. ആരാധന ിടയിൽ നിന്ന് ഒരു മുള്ളുപോലും ഏൽക്കാതെ ഈ ആടിനെ വീണ്ടെടുത്ത കരുതലുള്ള സ്നേഹപിതാവായ ദൈവം ദൂരേക്ക് ഓടിപ്പോയ ഈ ആടിനെ തോളേറ്റി തിരിച്ചു വരുന്ന ഇടയന്റെ സ്നേഹം ഇതാ അന്ന് കാൽവരിയിലെ ആ കുരിശ് നിനക്ക് വേണ്ടി വിരിഞ്ഞു നിൽക്കുന്നത് നിന്നെ തോളേറ്റാനാണ്. മുറിവേറ്റ് മുൾപ്പടർപ്പുകൾക്കിടയിൽ ഉടക്കിപ്പോയ പാപബന്ധനങ്ങളിൽപ്പെട്ട എല്ലാ ആടുകളെയും വീണ്ടെടുക്കാനാണ്. അവന്റെ മുറിവുകളെല്ലാം നിന്റെ മുറിവുകൾ ഉണക്കാൻ വേണ്ടിയാണ്. നല്ല ഇടയാ, നീ എന്നെ മരുന്നും ലേപനവും വെച്ച് വചനത്തിന്റെ അനുഗ്രഹം കൊണ്ട് സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് തിരിച്ചെടുക്കുന്നല്ലോ. നല്ല ദൈവമേ, അങ്ങേക്കൊരായിരം ആരാധന. സ്നേഹപിതാവാം സ്നേഹദാതനാം ഇടയനെ നമുക്കൊരു മനസ്സോടെ വിളിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 23:1. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സന്തോഷത്തോടെ വിളിക്കാം. ദൈവത്തിൻ
പിളവുകളിൽ ഉടക്കാതെ, ശത്രുവിന്റെ കെണികളിൽ വീഴ്ത്താതെ, സ്വച്ഛമായ പാതകളിൽ നിന്നെ നയിക്കുന്ന നല്ല ഇടയൻ. വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിന്റെ നായകനായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക, ദൈവ സ്നേഹം അനുഭവിക്കുക. ജീവിത സാഗരത്തിൽ നീ യാത്ര ചെയ്യുമ്പോൾ തിരകളിൽ ഉലയാതെ, ആഴക്കടലിൽ ആഴ്ന്നു പോകാതെ, നിന്റെ വള്ളത്തിൽ, നിന്റെ തോണിയിൽ നിന്നോട് കൂടെ നിൽക്കുന്ന സ്നേഹമായി ദൈവം, സ്നേഹപിതാവായ നല്ല ഇടയനായ ദൈവം, നല്ല ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ കരുതലിൽ പൂർണ്ണമായി ശരണപ്പെടാൻ ഞങ്ങളെ യോഗ്യരാക്കിയാലും ശക്തിപ്പെടുത്തിയാലും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടുന്ന് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് താനും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൃപയാണ് ദൈവമക്കളായിരിക്കാനുള്ള സ്നേഹമുള്ള അവകാശം. ദൈവമക്കൾക്ക് ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത് നിത്യജീവനാണ്. ഇതാ, ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന ആ നിത്യജീവൻ പ്രാപിക്കാൻ വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം. വിശ്വാസം വഴി യേശുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണം. അവരോട് അനുകമ്പ തോന്നിയ ഇസ്രായേലിന്റെ ഇടയനായ ദൈവം ഇതാ ഇന്നും ലോകം മുഴുവനുള്ള സകല മനുഷ്യരോടും പറയുന്നു, നിങ്ങളോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. റോമാലേഖനത്തിന്റെ 5:5 നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 32:10 കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. പിന്നീട് അവൻ ആ സ്നേഹത്തിന്റെ സംരക്ഷണത്തിലാണ്. നല്ല ദൈവമേ, അകതാരിൽ നിന്റെ സ്നേഹം നിറയാൻ കൊതിക്കുന്ന ഈ ലോകത്തിലെ സകല മനുഷ്യരിലേക്കും
നിന്റെ സ്നേഹത്തിന്റെ അഗ്നി നിറവിനെ നൽകിയാലും നിന്റെ ഇടയനടുത്ത സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് എല്ലാ മക്കളെയും വളർത്തേണമേ. നല്ല ഇടയാ, നിന്റെ കൂടെ നിൽക്കാൻ, നിന്റെ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണേ. പൂർവം സമർപ്പിക്കാം. ഇതാ നല്ല ഇടയന്റെ ഭവനമാണ് നിന്റെ ഇടവക ദേവാലയം. ഇവിടെ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന തിരുബലികളിൽ നിന്നിലേക്ക് ആ ഇടയന്റെ വലിയ സ്നേഹമാണ് എത്തുക. നിന്നിൽ ഒന്നായി തീരുന്ന നിന്റെ ജീവന്റെ ജീവനാകുന്ന ഇടയ സ്നേഹം. ഇതാ അങ്ങയുടെ ആലയത്തിൽ അങ്ങയോടൊത്തായിരിക്കാൻ, അങ്ങ് നയിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് മാത്രം സഞ്ചരിക്കാൻ, അങ്ങ് നൽകുന്ന അന്നം സ്വീകരിക്കാൻ, അങ്ങയോട് കൂടെയായിരിക്കാൻ, അങ്ങയുടേതായിരിക്കാൻ എല്ലാ മക്കളെയും അനുവദിച്ച് അനുഗ്രഹിച്ചാലും യേശുവേ നന്ദി, മഹത്വം. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇതാ അങ്ങയുടെ ഇടയ സ്നേഹത്തിലേക്ക് എന്നെ പൂർണ്ണമായി നൽകുന്നു. ജീവന്റെ
ആടിനെ കണ്ടെത്തി കരുതലോടെ സ്വീകരിച്ച നല്ല ഇടയ, നിന്റെ വലിയ കരുണയ്ക്ക് മുമ്പിൽ എൻ്റെ ജീവിതത്തെ പൂർണ്ണ സ്നേഹത്തോടെ നൽകുന്നു. കാണാതാകുന്ന നിമിഷങ്ങളിൽ തേടിയെത്തുന്ന നിന്റെ സ്നേഹത്തിലേക്ക് എൻ്റെ ജന്മത്തെ നൽകാൻ തക്കവിധം അവിടുത്തെ ഇടയ സ്നേഹത്തിൽ എന്നെ പരിപാലിച്ചാലും. നല്ല ഇടയ യേശുമിശിഹായേ, അങ്ങേക്ക് 1000 നന്ദി, ആരാധന, സ്തോത്രം.